വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 4th സെമസ്റ്റർ ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിൽ ക്രൂഡ് ഡ്രഗ്സ്, ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ക്രൂഡ് ഡ്രഗ്സ് നോക്കാം. ക്രൂഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ സോഴ്സസ് നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്ന, അതായത് ആനിമൽസ്, പ്ലാന്റ്സ്, മൈക്രോബ്, മിനറൽ, മറൈൻ സോഴ്സസ് നിന്നൊക്കെ ഒപ്റ്റെയിൻ ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ക്രൂഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇത് റോ ഫോമിലായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അതിൽ സെല്ലുലാർ സ്ട്രക്ചർ ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് ക്രൂഡ് ഡ്രഗ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഓർഗനൈസ്ഡ് ഡ്രഗ്സും അൺഓർഗനൈസ്ഡ് ഡ്രഗ്സും. ഓർഗനൈസ്ഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻലി അതിൽ റെഗുലർ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സെല്ലുലാർ കോമ്പണൻസ് പ്രസൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പ്ലാൻ പാർട്ടിൽ നിന്നാണ് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ നടത്തിയിട്ട് ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾസ് ആണ് റൂട്ട് ആണെങ്കിൽ ഇപ്പക്കാക്, ലീവ്സ് ഡിജിറ്റാലിസ്, സെന്ന, ബാർക്ക് സിങ്കോണ, കേസിയ. അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൽ നിന്നോ ആനിമലിനോ അല്ലെങ്കിൽ മിനറൽ സോഴ്സിൽ നിന്നോ ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സ്, അതായത് ഇൻസിഷൻ ആവാം, ഡ്രൈയിങ് ആവാം, അല്ലെങ്കിൽ സ്യൂട്ടബിൾ സോൾവെൻസിനെ യൂസ് ചെയ്ത് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോസസ്സ് വഴി നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഡ്രഗ്സാണ് അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ്. അതിലൊരു സ്പെസിഫിക് സെല്ലുലാർ സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. എക്സാമ്പിളാണ് ഓപ്പിയം ഫ്രം ഡ്രൈഡ് ലാറ്റക്സ് ഓഫ് പെപ്പാവർ സോംനിഫറം, ഹണി ഫ്രം ബീഹൈവ് ഓഫ് ആപ്പിസ് മെലിഫറ ആപ്പിയുടെ ഫാമിലി. ഇതാണ് എന്ത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ, ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ, മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കീമോ ടാക്സോണമി, സെറോ ടാക്സോണമി. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഒന്നെങ്കിൽ ലാറ്റിനിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആണ്. ഇത് IP, BP, USP, അതുപോലെ നാഷണൽ ഫോമുലറി, ബ്രിട്ടീഷ് ഫാർമസ്യൂട്ടിക്കൽ കോഡെക്സ്, ബ്രിട്ടീഷ് ഹെർബൽ ഫാർമക്കോപ്പിയ, ഇൻ്റർനാഷണൽ ഫാർമക്കോപ്പിയ, ഫാർമക്കോഗ്നസി, ഡിക്ഷണറീസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് A അക്കേഷ്യ, അഗാർ ആലോ, B ബിറ്റർ ആൽമണ്ട് ബ്രെമ്മി, C കസ്കാര സിങ്കോണ, D ഡിജിറ്റാലിസ്, E എഫിഡ്ര, F ഫെനൽ, G ജിഞ്ചർ, H ഹണി. ഇതാണ് ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഓരോ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോഴും അതെന്താണ്, അതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്തായാലും എഴുതണം. ഇതിത്തെ ഓരോ ക്ലാസിഫിക്കേഷനായിട്ടും ചോദിക്കാറുണ്ട് 2 മാർക്കിന്, അതല്ലെങ്കിൽ ഇത് ഒരുമിച്ച് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രഗ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫബറ്റ് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, കുറേ തിരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെ നമ്മളുടെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഡ്രഗിന് ഓർഗനൈസ്ഡ് ആണോ അൺഓർഗനൈസ്ഡ് ആണോ, ഡ്രഗിൻ്റെ യൂസ് എന്താ, ഡ്രഗിൻ്റെ മെക്കാനിസം എന്താ, അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്താ, അതുപോലെ ഏത് ഫാമിലിയിലാണ് വരുന്നത്, ഇതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതാണ് ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്രൂഡ് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടാക്സോണമിക്കൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഫാമിലി, ജീനസ്, സ്പീഷീസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലീസിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സിനെ പഠിക്കാൻ പറ്റും. അതേപോലെ ബൊട്ടാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ മനസ്സിലാക്കിയിട്ട് ഇവല്യൂഷണറി ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസോ തെറാപ്യൂട്ടിക് യൂസസോ ഫാർമക്കോളജിക്കൽ ആക്ഷനോ ഒന്നും നമുക്ക് എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ ക്രൂഡ് ഡ്രഗ്സിൽ മിനറൽ സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഓർഗനൈസ്ഡ് ആണോ അൺഓർഗനൈസ്ഡ് ആണോ എന്ന് തിരിച്ചറിയാനും പറ്റില്ല. അടുത്തതാണ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രൂഡ് ഡ്രഗ്സിനെ ഏത് പാർട്ട് ഓഫ് പ്ലാന്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന രീതിക്കാണ് ഈ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലുള്ളതാണ് ഓർഗനൈസ്ഡ് ഉണ്ട് അൺഓർഗനൈസ്ഡ് ഉണ്ട്. നമ്മൾ അവിടെ പറഞ്ഞത് സെയിം നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓർഗനൈസ്ഡ് ഡ്രഗ്സിന് എക്സാമ്പിളാണ് എന്ത്, ലീഫിൽ സെന്ന വസക ഡിജിറ്റാലിസ്, ഫ്രൂട്ട് കാർഡമം കൊറിയാൻഡർ, ബാർക്ക് സിനമൺ കസ്കാര, റൂട്ട് ഇപ്പക്കാക്, റൈസോം ജിഞ്ചർ ടെർമറിക്, എൻഡയർ പ്ലാന്റ് വിംഗ ഒസിമം. അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ് ഗമ്മ, ട്രഗാൻ, തക്കേഷ്യ, റെസിൻ, ബെൻസോയിൻ.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ജസ്റ്റ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കുക. അഡ്വാൻറ്റേജ് എന്താ, ഓർഗനൈസ്ഡ് ആണോ അൺഓർഗനൈസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ടാക്സോണമി ഏതാണ്, അല്ലെങ്കിൽ അതിൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, ഫാർമക്കോളജിക്കൽ ആക്ഷൻ, തെറാപ്യൂട്ടിക് യൂസസ് ഒന്നും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അടുത്തതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചീഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് കെമിക്കൽ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ക്രൂഡ് ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളാണ് കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ അഗാർ, ട്രഗകാന്ത്, അക്കേഷ്യ, സ്റ്റാർച്ച്, ഹണി. അതുപോലെ ലിപ്പിഡ്സ് ആണെങ്കിൽ വോളറ്റൈൽ ഓയിൽ ഉണ്ട്, ഫിക്സ്ഡ് ഓയിൽ ഉണ്ട്. വോളറ്റൈൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ക്യാംഫർ ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, റോസ് ഓയിൽ. ഫിക്സ്ഡ് ഓയിൽ ആണ് കാസ്റ്റർ ഓയിൽ, ഒലീവ് ഓയിൽ, അരാച്ചസ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. വാക്സസ് ആണ് വൂൾ ഫാറ്റ്, ബീസ് വാക്സ്, ഫാറ്റ്, കൊക്കോവ ബട്ടർ, പ്രോട്ടീൻ, ജെലാറ്റിൻ, കൊളാജൻ, കെസിൻ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമക്കോളജിക്കൽ ആക്ഷനെ കുറിച്ചിട്ടുള്ള നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡീസിൽ ഹെൽപ്ഫുള്ളാണ്. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിന് നമുക്ക് മൾട്ടിപ്പിൾ മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ഉള്ള ഡ്രഗ്സ് ആണെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. എക്സാമ്പിളാണ് ഇപ്പോൾ ബിറ്റർ ആൽമണ്ടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബിറ്റർ ആൽമണ്ടിൽ ഫിക്സ്ഡ് ഓയിലും ഉണ്ട്, എൻസൈംസും ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്ത് വന്നു, മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് വന്നു. അപ്പോൾ അവിടെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്തതാണ് ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ചീഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സിമിലർ ഫാർമക്കോളജിക്കൽ ആക്ഷനുള്ള ഡ്രഗ്സിനൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഡ്രഗ് എന്താണ്, ഫാർമക്കോളജിക്കൽ ആക്ഷനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സോണമീനെ പറ്റിയിട്ടോ മോർഫോളജീനെ പറ്റിയിട്ടോ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റിയിട്ടോ ഒന്നും ഐഡിയ കിട്ടുന്നില്ല. പിന്നെ മൾട്ടിപ്പിൾ ആക്ഷൻസ് ഉള്ള ഡ്രഗൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സിലൊക്കെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ഡ്രഗ് ഓർഗനൈസ്ഡ് ആണോ അൺഓർഗനൈസ്ഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. എക്സാമ്പിളാണ് ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് എക്സ്പെക്ടോറൻറ്റ്, ലിക്കറൈസ്, ഇപ്പക്കാക്, ബ്ലാക്ക് പെപ്പർ. ബ്രോങ്കോ ഡൈലേറ്റേഴ്സ്, എഫിഡ്രിൻ, ആൻറ്റിടെസീവ്, ഒപ്പിയം, വൈൽഡ് ചെറി. ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ GIT, ലാക്സേറ്റീവ്, സെന്ന, അഗാർ, കാസ്ട്രോയിൽ, കാർമിനേറ്റീവ്, ഫെനൽ, ജിഞ്ചർ, ഹെമാറ്റിക്സ്, ഇപ്പക്കാക്, ആൻറ്റി ഡയേറിയൽ, ഓപ്പിയം. ഇതാണ് ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്തതാണ് കീമോ ടാക്സോണമി. അതിന് തന്നെ നമ്മൾ കീമോ സിസ്റ്റമാറ്റിക്സ് എന്നും പറയും. കീമോ ടാക്സോണമി മെയിനായിട്ട് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസും ടാക്സോണമിക്കൽ സ്റ്റാറ്റസ് ഓഫ് പ്ലാന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവ തമ്മിലൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെറോ ടാക്സോണമി, DNA ഹൈബ്രിഡൈസേഷൻ, അമിനോ ആസിഡ് സീക്വൻസിങ് ഒക്കെ എന്താണ് ഈ ഒരു മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് തന്നെയാണ്. എക്സാമ്പിളാണ് പ്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് സോളനേഷ്യ ഫാമിലിയിൽ, വോളറ്റൈൽ ഓയിൽ അംബലിഫറേ ആൻഡ് റൂട്ടേഷ്യ ഫാമിലിയിൽ, സ്റ്റിറോയിഡ് ആൽക്കലോയിഡ്സ് ഇൻ ദ ബുക്സേഷ്യ ഫാമിലി. പിന്നെ കീമോ ടാക്സോണമീൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജോൺ ഗ്രിഫിത്ത് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് കമ്പാരിറ്റീവ് മെത്തേഡിൽ യൂസ് ചെയ്യാം. ഹൈലി ആപ്ലിക്കബിൾ ആണ്, മോഡേൺ റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഡ്രഗ്സും ഇതിൽ ക്ലാസിഫൈ ചെയ്യൽ നടക്കില്ല. ഇതാണ് കീമോ ടാക്സോണമി. അടുത്തതാണ് സെറോ ടാക്സോണമി അല്ലെങ്കിൽ സെറോ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് വെരി സിമിലർ പ്ലാന്റ്സിനെ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ പ്രോട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ സെറോളജി എന്ന് പറയാം. ഈ സെറോ ടാക്സോണമിയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ആണ്. സെറോ ടാക്സോണമിയിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ ആൻറ്റിജനെ കളക്ട് ചെയ്യണം. അതിനുശേഷം ഈ ആൻറ്റിജനെ എക്സ്പെരിമെൻ്റൽ ആനിമലിലുള്ള ബ്ലഡിലോട്ട് ഇഞ്ചെക്ട് ചെയ്യണം. എന്നിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കണം. ഈ ആൻറ്റിബോഡീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ഷൻ നടക്കും. അതിനെ മോണിറ്റർ ചെയ്യുക. അതേപോലെ തന്നെ ടാക്സോണമിക്കൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. നമ്മൾ സെറോ ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൽ ഡിഫ്യൂഷൻ, ഇമ്മ്യൂണോ ഇലക്ട്രോഫോറിസിസ്, റേഡിയോ ഇമ്മ്യൂണോ എസ്സി ആണ്. എക്സാമ്പിളാണ് കിലോസ് ഇല്ലുസ്ട്രേറ്റഡ് സെറോ ടാക്സോണമിക് ഡാറ്റ ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഗുമിനോസെ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെറോ ടാക്സോണമിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? ഇന്നത്തെ ക്ലാസ്സിൽ ക്രൂഡ് ഡ്രഗ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഡ്രഗ്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സിൽ ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ, ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ, മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കീമോ ടാക്സോണമി, സെറോ ടാക്സോണമി.
ഇത്രയും ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതുപോലത്തെ ബിഫാം മലയാളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരായി ജസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. അതേപോലെ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ സെയിം വീഡിയോൻ്റെ നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരായി ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.